ദേശദ്രോഹികൾ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ 2ാം ദിനത്തിൽ ഗവർണർ പങ്കെടുത്തു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സംസ്ഥാന സമ്മേളനം തലസ്ഥാനത്ത് തുടരുകയാണ്. 2ാം ദിനമായി ഇന്ന് നടന്ന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അവിടെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആവശ്യകത ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ഗവർണർ പറഞ്ഞു. ദേശദ്രോഹികൾ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. പല ക്ഷേത്രങ്ങളും പോർച്ചുഗീസുകാരും ക്രിസ്ത്യൻ മിഷണറീസും ഇല്ലാതാക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും യുപിയിലുമെല്ലാം ദേശദ്രോഹികൾ ക്ഷേത്ര മന്ദിരങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും ഗവർണർ. Gradually they conquered our country, they conquered our temples, they tried to destroy our culture also, and now that is the reason why we have to come together again and again. We cannot let our country to again give to them. We cannot afford to do that, and we will not do it. All the people who are right thinking, all those people who understand dharma, Sanatana Hindu dharma, they should come together to protect our temples and all other mutt and mandirs. We have come together now. In Goa, I was telling you, in Goa also, we have built now almost all mandirs which were demolished by Portuguese. Many people have come up to Kochi. The Mahalsa Narayani Mandir at Varanyapur, Varna it is called now. Very big temple was there. That was demolished by Portuguese and Christian missionaries. ക്ഷേത്രഭൂമി രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ GK സുരേഷ് ബാബു പ്രമേയം അവതരിപ്പിച്ചു. ക്ഷേത്രഭരണത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലിൽ ആശങ്കയും രേഖപ്പെടുത്തി. ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, തീവ്രവാദികളുടെ പടങ്ങൾ ഉയർത്തുക, ബൊളീവിയ കാട്ടുകളിലെ ഭീകരപ്രവർത്തനം നടത്തിയ ചെഗുവരയ്ക്ക് കടക്കൽ തിരുവാതിരയിലും കണ്ണൂരിലെ ക്ഷേത്രത്തിലും എന്താണ് പങ്ക് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രമേയം ഇതാണ്: കേരളത്തിലെ ക്ഷേത്രഭരണത്തിൽ ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്ര ഉപദേശക സമിതികളുടെയും അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 29ാം സംസ്ഥാന സമ്മേളനം അതിയായ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഗാന്ധിയൻ K കേളപ്പൻ പുരസ്കാരം വ്യവസായി NM പണിക്കർക്ക് ചടങ്ങിൽ കൈമാറി. നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും മാത്രം കൈമുതലാക്കി ആഗോള കപ്പൽ വ്യവസായ മേഖലയിലെ മലയാളി സാന്നിധ്യമായി ലോകം ആദരിക്കുന്ന ശ്രീ NM പണിക്കർ സഹജീവികളോടും സമൂഹത്തോടും പ്രകടിപ്പിക്കുന്ന നിസ്തുലമായ കാരുണ്യത്തിന് കേരള ഗാന്ധി കേളപ്പജി പുരസ്കാരം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സമർപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസം നടക്കുന്ന സമ്മേളനം നാളെ സമാപിക്കും. ജനം, തിരുവനന്തപുരം.